അപ്പം നമ്മൾ ഈ കഥ അവസാനിപ്പിച്ചത് മച്ചുവിൻ്റെ പാട്ടിലാണല്ലേ. എവിടെ ബർത്ത്ഡേ പരിപാടിക്ക് പോയാലും മച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അത് എന്താ പറയുക, ഒരു ആചാരമാണ് പറഞ്ഞില്ലേ, ഹാപ്പി ബർത്ത്ഡേ മച്ചു, അങ്ങനെ ഒരു പറയലാണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ കുട്ടി ആ മടിയിലിരിക്കണ കുട്ടിയാണ് കേട്ടോ. ആ കുഞ്ഞിപ്പെണ്ണിൻ്റെയാണ് ബർത്ത്ഡേ. പിന്നെ എല്ലായിടത്തെയും വേറൊരു ചടങ്ങാണ്, ബർത്ത്ഡേ കുട്ടിയുടെ ഏട്ടനെയും അനിയനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കേക്ക് മുറിക്കുക. മച്ചു ശ്വാസം വിട്ട് നിൽക്കുകയാണ്, എപ്പോഴായി കേക്ക് മുറിക്കുക, എന്നിട്ട് വേണം അതുമെന്ന് പോയി കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ട്. നല്ല കരച്ചിലായിരുന്നു കേട്ടോ കേക്ക് മുറിക്കുന്ന സമയത്തൊക്കെ. കുട്ടി ഏത് ബർത്ത്ഡേ, ഒരുവിധം ബർത്ത്ഡേക്കൊക്കെ എനിക്ക് തോന്നുന്നത് കുട്ടികൾ ഉറക്കം വന്നിട്ട് കരയന്നെയായിരിക്കും. മച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ, മോനുവിൻ്റെ ബർത്ത്ഡേക്കൊക്കെ കരയന്നെയായിരുന്നു കേട്ടോ. കാരണം മോനൊക്കെ ബർത്ത്ഡേക്ക് നല്ല കരച്ചിലായിരുന്നു ഉറക്കം വന്നിട്ട്. ഈ ഫോൺ കൊണ്ട് ഇങ്ങനെ തിരിയുന്ന ആളാണ് കുട്ടിയുടെ ഡാഡി കേട്ടോ. അപ്പോൾ അതാ ബർത്ത്ഡേ പരിപാടിയൊക്കെ അതാ കുറേ കുട്ടികൾ വന്നിരുന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലമില്ലാത്ത കാരണം പുറത്ത് ആണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ബർത്ത്ഡേ എല്ലാവരെയും വിളിക്കും കേട്ടോ. പിന്നെ നമ്മളവിടുത്തെമാർ വലിയൊരു പാർട്ടിയൊന്നും ആവില്ല, ചെറിയൊരു പാർട്ടി ആയിരിക്കും. പക്ഷെ അതെല്ലാവരും ഉൾപ്പെടുത്തിയും കൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതാ 2 കേക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ കേക്കൊക്കെ അവർ മറ്റേ എന്താ പറയുക, കുട്ടി കട്ട് ചെയ്ത് കുട്ടിക്ക് കുറച്ച് കൊടുത്തതിന് ശേഷം അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവർക്കും കട്ട് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ പ്ലേറ്റിൽ അതും ബേലും പാടെയാണ് കേട്ടോ തന്നത്. ബേലിപ്പോൾ എന്താ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം ഈ ഒരു സംഭവമാണ് കേട്ടോ. എൻ്റെ കേക്ക് എവിടെയെന്ന് നോക്കണ്ട, കാണൂല, കാരണം മച്ചുവിൻ്റെ വയറിലോട്ട് പോയി.